എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിൽ നടത്തിയ ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, ChatGPT is an AI chatbot developed by OpenAI and was launched in November 2022. What does ChatGPT stand for? അതായത് ChatGPT എന്ന് പറഞ്ഞ ഒരു AI ചാറ്റ്ബോട്ടാണ്. അത് OpenAI ആണ് ഡെവലപ്പ് ചെയ്ത് നവംബർ 2022 അത് ലോഞ്ച് ചെയ്തത്. ഈ ChatGPTയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്മിഷൻ, ചാറ്റ് ജനറൽ പ്രീ ട്രെയിൻഡ് ടെക്നോളജി, ചാറ്റ് ജനറലൈസ്ഡ് പ്രീ ട്രെയിൻഡ് ടെക്നിക്ക്, ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ്. യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ടെക്സ്റ്റുകളും ഇമേജസുകളും ഒക്കെ തരുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ഈ GPT എന്ന് പറയുന്നത്. നമ്മൾ GPT-5 ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്നാപ്ഷോട്ട് ഓഫ് MS Excel വർക്ക്ഷീറ്റ്. MS Excel വർക്ക്ഷീറ്റിൻ്റെ സ്നാപ്ഷോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 1, 2 തൊട്ട് 7 വരെയുള്ള സീരിയൽ നമ്പേഴ്സ് ഉണ്ട്. ABC എന്ന് പറഞ്ഞ് 3 റോ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് Aയിലും Bയിലും കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. C നമുക്ക് തന്നിട്ടില്ല. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ സെൽ C1 കണ്ടെയ്നിങ് ദ ഫോർമുല ഈസ് ഈക്വൽ ടു സം ഇഫ് A1 ഈസ് ടു A6 ഗ്രേറ്റർ ദാൻ 100 B1 ഈസ് ടു B6 ഇൻ ദ എബോവ് വർക്ക്ഷീറ്റ്. അതായത് നമ്മൾ C1ലാണ് നമ്മുടെ ഫോർമുല വരുന്നത്. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഇഫ്, അതായത് A1 ഈസ് ടു A6, അതായത് A1 മുതൽ A6 വരെയുള്ള കോളം, ആ കോളത്തിൽ ഗ്രേറ്റർ ദാൻ 100 വരുന്നു. അതായത് ഈ A1 തൊട്ട് A6 വരെയുള്ള കോളത്തിൽ നമുക്ക് സെല്ലുകളിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടാകും. അതിൻ്റെ അകത്ത് 100 മുകളിൽ വരണം. അങ്ങനെയുള്ള അപ്പോൾ ആ 100ൽ വരുന്ന കോളം ഏതാണോ അതിന് നേരെയുള്ള Bയിലെ കോളം എടുക്കുക. അതിനുശേഷം അത് സമ്മ് ചെയ്തിട്ട് നമ്മൾ C1ൽ എഴുതുക എന്നുള്ളതാണ്. അതായത് A1 മുതൽ A6 വരെയുള്ളത് 100ന് മുകളിൽ വരുന്ന ഏതൊക്കെയാണെന്നാണ്. അതായത് 100ന് മുകളിൽ ഇവിടെ വരുന്നത് 2 ഉള്ളൂ. അതായത് A3യും A6ഉമാണ്. അതായത് 150, 130 ഇത് രണ്ടുമാണ് നമുക്ക് 100ന് മുകളിൽ വരുന്നത്. ഇനി അതിൻ്റെ അകത്ത്, അതായത് അപ്പം ഈ 3യും 6, A3യും A6 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നേരെയുള്ള B1 മുതൽ B6 വരെയുള്ള കൂട്ടണം. അതായത് ഈ 150യുടെ നേരെയുള്ളത് 20 ആണ്, 130യുടെ നേരെയുള്ളത് 30 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മൾ കൂട്ടേണ്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 + 20 = 50 എന്ന് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് നമ്മളിവിടെ C1 എന്ന് പറയുന്ന ആ ഒരു സെല്ലിൽ നമ്മൾ എഴുതേണ്ട നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 മുതൽ A6 വരെയുള്ള കോളത്തിൽ 100ന് മുകളിൽ വരുന്നത് എടുക്കണം. അത് 2 എണ്ണമാണ്. അതിന് നേരെയുള്ള Bയിലെ നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് ആ നമ്പേഴ്സ് നമ്മൾ തമ്മിൽ കൂട്ടിയിട്ട് വേണം C1ൽ എഴുതാനായിട്ട്. അതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ 30 + 20 = 50 എന്ന് കിട്ടും. Next question, if LM represents a number L in base M number system, then identify the correct descending order of the following A to D when converted to base 10 number system. അതായത് ഇവിടെ അതായത് L നമ്പറും M എന്ന് പറഞ്ഞ ബേസുമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ ബേസ് 10 നമ്പർ സിസ്റ്റത്തിലോട്ട്, അതായത് സാധാ നമ്പർ സിസ്റ്റത്തിലോട്ട് മാറ്റിയിട്ട് അതിനെ ഡിസെൻഡിങ് ഓർഡർ, അതായത് വലുത് മുതൽ ചെറുത് വരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് 60ൽ നമുക്ക് 9 ചെയ്യാൻ തന്നിരിക്കുന്നത്. ബേസ് 8ൽ 2 3 3യും ബേസ് 7ൽ 3 1 3യും ബേസ് 2ൽ 1 0 0 1 1 1 1 0 എന്നിവയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ ബേസ് 10ലോട്ട്, അത് സാധാ നമ്പറിലോട്ട് മാത്രം മാറ്റിയാൽ മതി. സോ ഓപ്ഷൻ എ 9C ആണ്. 16 ബേസിലാണ് തന്നിരിക്കുന്നത്. സോ 9 × 60⁻1 പ്ലസ് സിക്ക് ഈക്വലായിട്ടുള്ള നമ്പർ ഏതായിരിക്കും? എക്ക് ഈക്വലായിട്ട് 10, ബിക്ക് ഈക്വലായിട്ട് 11, സിക്ക് ഈക്വലായിട്ട് 12. സോ 12 × 6⁻0 = 12 + 144 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 156, 156 അതിൻ്റെ ആൻസർ വരുന്നത്.
ഇനി രണ്ടാമത്തെ ബേസ് 8ൽ 233 ആണ് തന്നിരിക്കുന്നത്. സോ 2 × 8^2 പ്ലസ് 3 × 8^1 പ്ലസ് 3 × 8^0 128 പ്ലസ് 24 പ്ലസ് 3 155 എന്ന് വരും. ഇനി നമുക്ക് ബേസ് 7ൽ 313 ആണ് തന്നിരിക്കുന്നത്. സോ 3 × 7^2 പ്ലസ് 1 × 7^1 പ്ലസ് 3 × 7^0 147 പ്ലസ് 7 പ്ലസ് 3 157 എന്ന് കിട്ടും. ഇനി നമുക്ക് ബേസ് 10ലാണ് ഡി വരുന്നത്. 1 0 0 1 1 1 1 0 എന്നാണ് തന്നിരിക്കുന്നത്. സോ നമ്പർ നമ്മൾ എഴുതി. അതിനുശേഷം വലത്ത് നിന്ന് ഇടത്തേക്ക് നമ്മൾ എഴുതുവാണ്. 1 2 4 8 60 32 64 128 അങ്ങനെ എഴുതി. അതിനുശേഷം നമ്മൾ 1ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് മാത്രം കൂട്ടി. അതായത് 128 പ്ലസ് 16 പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 2 158 എന്ന് കിട്ടി. അപ്പം നമ്മൾ ഇതിനെ എല്ലാത്തിനും ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഡിസെൻഡിങ് ഓർഡർ, അതായത് വലുത് മുതൽ ചെറുത് വരെ ആക്കാനാണ്. സോ ആദ്യം നമുക്ക് ഡി വരും, പിന്നെ സി വരും, അതിനുശേഷം എ വരും, പിന്നെ ബി വരും. വരുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ? അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദ യൂസർ ഡസ് നോട്ട് ഹാവ് ടു ഇൻസ്റ്റാൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഓൺ ദ കമ്പ്യൂട്ടർ. അതായത് നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ദ യൂസർ ഡസ് നോട്ട് ഹാവ് ടു അലോക്കേറ്റ് സ്പേസ് ടു ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ ഇൻ ദ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്പേസ് കളയേണ്ട ആവശ്യമില്ല. Storage space to save the document is provided by the cloud provider. The user can open or edit the document from any computer which has internet facility. അതായത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് തരുന്നത് ക്ലൗഡ് പ്രൊവൈഡറാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഡോക്യുമെൻ്റ് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓപ്പൺ ആക്കാനും എഡിറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് മാത്രം മതി. ഇനി ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ യൂസർ ഹാസ് ലോ ഇൻ്റർനെറ്റ് കണക്ഷൻ ദെൻ ഹി ഓർ ഷീ വുഡ് നോട്ട് ഫേസ് എനി പ്രോബ്ലം അസസിങ് ഓർ ഡൗൺലോഡിങ് ഹിസ് ഓർ ഹെയർ ഡോക്യുമെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കുറച്ച് സ്ലോ ആണെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് നമുക്ക് ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സമയം കളയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് ഹാർഡ് ഡിസ്കിൽ സ്പേസ് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓപ്പൺ ആക്കാനായിട്ട് പറ്റും, എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് തരുന്ന ക്ലൗഡ് പ്രൊവൈഡറാണ്. പക്ഷേങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ഫേസ് ചെയ്യും. അതായത് നമുക്കിത് ആക്സസ് ചെയ്യുന്നതിന് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല. സോ നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വർക്കാകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ജിയാൻ, ഇംപ്രിൻറ്റു, ഡിജി ലോക്കർ, സ്വയം എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2ൽ ഡിസ്ക്രിപ്ഷനാണ്. ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് നോളജ് ഇൻ ടു വയബിൾ ടെക്നോളജി, പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്. അച്ചീവ് 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി, നെയിമിലി ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ടാപ്പ് ദ ടാലൻറ്റ് പൂൾ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് എൻ്റർപ്രണേഴ്സ് ഇൻ്റർനാഷണലി. ഇഷ്യൂവൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഇൻ എ ഡിജിറ്റൽ വേ. അതായത് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വണ്ണിൽ റിസർച്ച് നോളജിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഒരു വയബിൾ ടെക്നോളജി, അതായത് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എഡ്യൂക്കേഷണൽ പോളിസിയുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിളായിട്ടുള്ള ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി എന്നിവ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സയൻറ്റിസ്റ്റിൻ്റെയും എൻ്റർപ്രണേഴ്സും, അതായത് ടാലൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെയും എൻ്റർപ്രണേഴ്സിനെയും ഒക്കെ ടാപ്പ് ചെയ്യുക ഇൻ്റർനാഷണൽ ലെവലിലുള്ളത്. ലാസ്റ്റ് വരുന്നത് ഇൻഷുറൻസും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ വെരിഫിക്കേഷനാണ് ഡിജിറ്റൽ രീതിയിൽ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അത് ജിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് ദ ടാലൻറ്റ് പൂൾ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് എൻ്റർപ്രണേഴ്സ് ഇൻ്റർനാഷണലി. ഇംപ്രിൻറ്റ് 2 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് നോളജ് ഇൻ ടു വയബിൾ ടെക്നോളജി. ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂവൻസ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഇൻ എ ഡിജിറ്റൽ വേ. സ്വയം എന്ന് പറയുന്നത് അച്ചീവ് 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി, നെയിമിലി ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ജിയാൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് അക്കാഡമിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രോജക്റ്റാണ്, ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സയൻറ്റിസ്റ്റുകളെ എൻ്റർപ്രണേഴ്സിനൊക്കെ ടാപ്പ് ചെയ്യുക. അതായത് അവരെ നമ്മുടെ കോളേജുകളിൽ അവരുടെ ആ ഒരു
സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുവഴി നമ്മുടെ കോളേജുകളെ, നമ്മുടെ കുട്ടികളെ ഇൻ്റർനാഷണൽ ലെവലിൽ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇംപ്രിൻറ്റ് 2 എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റിംഗ് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. അതായത് റിസർച്ച് നോളജിനെ നമ്മൾ പ്രൊഡക്റ്റ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന നോളജുകൾ അല്ലെങ്കിൽ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കാണ്ട് അത് മനുഷ്യൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ ആ സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റിനെ സഹായിക്കുക, തമ്മിലുള്ള ഗ്യാപ്പുകൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രിൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഡോക്യുമെൻറ്റ്സിനെ സർട്ടിഫിക്കറ്റിൻ്റെയും സ്റ്റോറേജിനും ഇഷ്യൂവൻസിനും വെരിഫിക്കേഷനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. സ്വയം എന്ന് പറയുന്നത് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, എഡ്യൂക്കേഷൻ പോളിസിയുടെ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി എന്നീ 3 കാർഡിനൽ പ്രിൻസിപ്പിൾ അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തതാണ് സ്വയം എന്ന് പറയുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ MS Excel എ ഫോർമുല ഇൻ സെൽ D9 when copied to cell F12 will become. അതായത് നമുക്കിവിടെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. അത് D9 ഫോർമുലയാണ്, സെൽ D9 ഫോർമുലയാണ്. അത് നമ്മൾ F12 മാറ്റി കഴിയുമ്പോൾ ആ ഫോർമുല എന്താവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് B ഒരു സിമ്പൽ 1 + C സിമ്പൽ 3 + 5 എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. ഇത് D9 തന്നിരിക്കുന്ന ഫോർമുലയാണ്. നമ്മൾ F12 കോപ്പി ചെയ്യുമ്പോൾ എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിയും എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2ആണ്. ഈ F 2ആണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ ബിനോട് നമ്മൾ +2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? D എന്ന് കിട്ടും. ഇനി സിനോട് 2 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? DE എന്ന് കിട്ടും. അപ്പോൾ ആ 2 ലെറ്റേഴ്സ് നമുക്ക് കിട്ടി. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മുടെ ഫോർമുല എന്തെന്ന് വരും? ഓപ്ഷൻ 4 വരും. അതായത് D സിമ്പൽ 1 + E സിമ്പൽ 3 + 5 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെബ് പേജ് ഡിസ്പ്ലേസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ വിച്ച് ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് എ ലിങ്ക് ടു അനദർ വെബ് പേജ്. അതായത് ഇവിടെ ഒരു വെബ് പേജ് തന്നിരിക്കുന്നത് നമുക്ക് ഒരു ഇൻഫർമേഷനാണ്. അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നമ്മൾക്ക് വേറൊരു വെബ് പേജിലോട്ടുള്ള ലിങ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഡിജിറ്റൽ ഡിവൈസ് ദ ബാൻഡ്വിഡ്ത്ത് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് BPS. ഫോർ അനലോഗ് ഡിവൈസ് ദ ബാൻഡ്വിഡ്ത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹെർട്സ്. ഇതാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഏത് മെത്തേഡ് ഓഫ് ഡേറ്റ ഓർഗനൈസേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. HTML, ഹൈപ്പർ ടെക്സ്റ്റ്, സ്റ്റോറി ബോർഡ്, ഡേറ്റ സ്കീം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അത് നമ്മുടെ വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് HTML എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അടങ്ങിയ ലളിതമായ വാചകങ്ങൾക്കാണ് നമ്മൾ HTML ഫയൽ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ലിങ്കിലോട്ട് പോകാനായിട്ട് അവർ അണ്ടർലൈൻ ചെയ്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. വേറെ വെബ് പേജിലോട്ട് അതിനത് ക്ലിക്ക് ചെയ്താൽ പോകാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ഈ കോമിക്കായിട്ടുള്ള ഇമേജസുകളൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു വിഷ്വലായിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. ഡേറ്റ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റേനെ ഓർഗനൈസ് ചെയ്യുന്നത്, അതിനാണ് ഡേറ്റ സ്കീം എന്ന് പറയുന്നത്. Identify the correct logical sequence of the following for randomly ordered sentence A to D about the discovery of computer mouse. കമ്പ്യൂട്ടർ മൗസിന് ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു A to D 4 സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മളോട് ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വി യൂസ് ദ മൗസ് ടുഡേ ബിക്കോസ് ഇറ്റ് ഈസ് പോയിൻറ്റിംഗ് ഡിവൈസ് ദാറ്റ് ഈസ് ഈസിയസ്റ്റ് ടു യൂസ് കമ്പയർഡ് ടു അതേഴ്സ് സച്ച് എസ് ജോയ്സ്റ്റിക്ക്, ടോക്ക് ബോൾസ് എക്സെട്ര. അതായത് നമ്മളിവിടെ മൗസ് ഒരു പോയിൻറ്റിങ് ഡിവൈസായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ട്രാക്ക് ബോൾസിനേക്കാളും ജോയ്സ്റ്റിക്കിനേക്കാളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മൗസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോഗ് എൻബാർട്ട് വാസ് ബോർഡ് അറ്റ് എ കോൺഫറൻസ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ട്രാക്കിംഗ് മൂവ്മെൻറ്റ്സ് ഓഫ് എ പ്ലെയിൻ യൂസിങ് 2 sets ഓഫ് വീൽസ് മൂവിങ് ഇൻ ഓർത്തോഗോണൽ ഡയറക്ഷൻസ്. അതായത് ഡോഗ് എൻബാൾട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കോൺഫറൻസിൽ ബോറടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഈ പ്ലെയിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നതിനെ പറ്റി തിങ്കിച്ചു. അതായത്
ഇത് ഓർത്തോഗോണൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പ്ലെയിനിൻ്റെ വീൽസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഈ ഡോഗ് ബോൾട്ട് റിമെമ്പേർഡ് ദിസ് നോട്ട്സ് വെൻ ഹി വാസ് ട്രൈങ് ടു കം അപ്പ് വിത്ത് എ ഡിവൈസ് ടു സെലക്ട് ഒബ്ജക്റ്റ് ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ നോട്ട്സുകളൊക്കെ ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ മൗസ് ഇൻവെൻറ്റ് ചെയ്ത സ്റ്റോറി പറഞ്ഞു. ഡോയിൻബാൾ ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹൗ ഹി ഇൻവെൻറ്റഡ് ദ മൗസ്. ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അതായത് അദ്ദേഹം എങ്ങനെയാണ് മൗസ് ഇൻവെൻറ്റ് ചെയ്തെന്നുള്ള കഥ പറഞ്ഞു. ഒരു കോൺഫറൻസിൽ ഭയങ്കര ബോർഡായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ പ്ലെയിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു ഓർത്തോഗോണൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വീൽസിനെ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ പ്ലെയിൻ ട്രാക്ക് ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ഒരു കോൺഫറൻസിൽ ബോറടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഓർത്തോഗോണൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ടു സെറ്റ്സ് ഓഫ് വീൽസാണ് പ്ലെയിനുള്ളത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. അതിനുശേഷം അദ്ദേഹം ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്ന ഡിവൈസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ നോട്ട്സുകളെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്ത പോയിൻറ്റിംഗ് ഡിവൈസാണ് മൗസ് എന്ന് പറയണത്. ജോയ്സ്റ്റിക്ക്, ട്രോക്ക് ബോൾസ് എന്നിവയൊക്കെ വെച്ച് നോക്കുമ്പോൾ മൗസാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഈസിയസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ മൗസ് ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് കൺവേർഷനാണ്. ഇഫ് എൽ എം റെപ്രസെൻറ്റ് എൻ നമ്പർ എൽ ഇൻ ബേസ് എം നമ്പർ സിസ്റ്റം ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വാളിറ്റീസ് ആർ ട്രൂ. അതായത് ഇവിടെ നമ്മുടെ ബേസ് നമ്പേഴ്സ് നമുക്ക് തന്നേക്കുവാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം ഏതൊക്കെയാണ് ട്രൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ബേസ്ഡ്, അതായത് ഡെസിമൽ നമ്പറിലാണ് നമുക്കെല്ലാം തന്നിരിക്കുന്നത്. സോ നമ്മൾ നേരിട്ട് കൺവേർഷൻ മാത്രം നടത്തിയാൽ മതി, എല്ലാം ബേസ് 10 തന്നിരിക്കുന്നത് കൊണ്ട്. സോ നമുക്കിവിടെ 512.125 എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത് ബേസ് 10. അത് ബേസ് 2 ബേസ് 8 ബേസ് 60 ബേസ് 4 ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ബേസ് 2 കൺവേർഷനാണ്. ഇവിടെ നമുക്ക് ബേസ് 2 തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 100000000.001 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് എടുക്കാം. അതായത് പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. അത് നമ്മൾ സാധാ ബേസ് 2 കൺവേർട്ട് ചെയ്യുന്ന കണക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതുവാണ് 1 2 4 8 60 32 64 128 256 512 എന്നുള്ള അങ്ങനെ 2 × 2 ചെയ്ത് നമ്മൾ എഴുതി. അതിനുശേഷം നമുക്ക് ഇവിടെ 512 കിട്ടേണ്ടത്. കറക്റ്റ് 512 നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ 512 താഴെ മാത്രം 1 എഴുതി, ബാക്കിയുള്ളതെല്ലാം നമ്മൾ 0 എഴുതി. 9 0 നമുക്ക് വരുന്നത്. സോ ഫസ്റ്റ് പാർട്ട് ശരിയായി. ഇനി സെക്കൻഡ് പാർട്ട്, അതായത് നമ്മുടെ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ 0.125 × 2 ചെയ്തു. അപ്പോൾ നമുക്ക് 0.250 എന്ന് കിട്ടി. അതിനുശേഷം 0.25 × 2 ചെയ്തു. അപ്പോൾ നമുക്ക് 0.50 എന്ന് കിട്ടി. ഇനി 0.5 × 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.0 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എങ്ങനെയായിരിക്കും? 001 എന്നുള്ളതാണ്. അതായത് സാധാ രീതിയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ കൺവേർഷൻ 1.125 ബേസ് 2 കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 001 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഇവിടെ നമ്മൾ ബേസ് 8 കൺവേർട്ട് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 1000.1 ആണ്. സോ നമ്മൾ ആദ്യം പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ളത്, അതായത് ഇടതുവശത്തുള്ളത് നോക്കുകയാണ്. 512 ഡിവൈഡ് ബൈ 8 = 64 എന്ന് കിട്ടും. അതിൻ്റെ റിമൈൻഡർ 0 ആണ്. ഇനി 64 നമ്മൾ പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 കിട്ടും. അവിടെ റിമൈൻഡർ 0 ആണ്. ഇനി 8 പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അവിടെ നമുക്ക് റിമൈൻഡർ 0 ആണ്. 1 ഡിവൈഡ് ബൈ 8 = റിമൈൻഡർ അവിടെ 1 കിട്ടും. നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതേണ്ടത്. അതായത് 1000 എന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഭാഗം ശരിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്? റൈറ്റ് സൈഡാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ 0.125 × 8 = നമുക്ക് 1 എന്ന് തന്നെ കിട്ടും. സോ 1000.1. അപ്പം ഓപ്ഷൻ ബി ശരിയാണ്.
ഇനി നമ്മൾ നോക്കേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ നമ്മൾ ബേസ് 60 കൺവേർട്ട് ചെയ്യുന്നത് 200.2 ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യം നമ്മൾ ചെയ്യുന്നു 512 ഡിവൈഡ് ബൈ 16 = 32 റിമൈൻഡർ 0. 32 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 2 റിമൈൻഡർ 0. 2 പിന്നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിമൈൻഡർ അവിടെ 2 കിട്ടും. താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ 200. അപ്പോൾ നമുക്ക് പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ശരിയാണ്. ഇനി പോയിന്റ് റൈറ്റ് സൈഡ് നോക്കാം. 0.125 × 60 നമുക്ക് 2 എന്ന് കിട്ടും. അതായത് 200.2 എന്ന് കിട്ടും. അതായത് ബേസ് 60 കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200.2 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3യും ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ 4 നമുക്ക് ബേസ് 4 കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2000.02 എന്നുള്ളതാണ് കിട്ടേണ്ടത്. സോ നമ്മൾ ആദ്യം 512 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് 128 എന്ന് കിട്ടി. റിമൈൻഡർ 0 എന്നാണ് കിട്ടുന്നത്. ഇനി 122 നമ്മൾ പിന്നെ 4 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് 32 റിമൈൻഡർ 0 കിട്ടും. 32 4 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ 8 റിമൈൻഡർ 0. ഇനി 8 4 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ 2 റിമൈൻഡർ 0. 2 4 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2000 അല്ല, മറിച്ച് 20,000 ആണ്. അപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തെറ്റി. സോ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ തെറ്റാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടും കൂടെ നോക്കിയേക്കാം. അപ്പോൾ 0.125 × 4 = 0.5. 0 ഇവിടെ നമ്മൾ എടുക്കുന്നത്. പിന്നെ 0.5 × 4 = 2.0 എന്ന് കിട്ടി. അപ്പോൾ നമുക്കത് 0.2 എന്ന് കിട്ടും. അതായത് പോയിന്റിന് ശേഷം 0.2 എന്ന് കിട്ടും. അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ശരിയാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഫസ്റ്റ് പാർട്ട് തെറ്റാണ്. സോ ബേസ് 10 512.125 നമ്മൾ ബേസ് 4 മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,000.02 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എയും ബിയും സിയും ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ICT ടേംസ്, ഒതൻറ്റിക്കേഷൻ, ബയോമെട്രിക്സ്, IP അഡ്രസ്സ്, MAC അഡ്രസ്സ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷൻ. ഐഡൻറ്റിഫൈ വിച്ച് ഡിവൈസ് ഈസ് കണക്റ്റഡ് അറ്റ് എ ഗിവൺ IP അഡ്രസ്സ്. റിലൈസ് ഓൺ സർട്ടൻ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ് സച്ച് എസ് റെറ്റിന സ്കാൻസ്. വെരിഫൈ ദാറ്റ് ഡേറ്റ കംസ് ഫ്രം എ സെക്യൂർ ആൻഡ് ട്രസ്റ്റഡ് സോഴ്സ് ആൻഡ് വർക്ക് വിത്ത് എൻക്രിപ്ഷൻ ടു സ്ട്രെങ്തൻ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി. ഐഡൻറ്റിഫൈസ് വെയർ ഓൺ ദ നെറ്റ്വർക്ക് എ ഡിവൈസ് ഈസ് ലൊക്കേറ്റഡ്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ, അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IP അഡ്രസ്സുമായിട്ട് ഏത് ഡിവൈസാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇത് രണ്ടാമത്തേൻ്റെ അത് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സിലാണ് റിലേ ചെയ്തിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ റെറ്റിന സ്കാൻസ് ഒക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡേറ്റ വരുന്നത് സെക്യൂർ ആയിട്ടും ട്രസ്റ്റഡ് സോഴ്സിലാണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എൻക്രിപ്ഷനുമായിട്ട് വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് വരുന്നത് എവിടെയാണ് നമ്മുടെ നെറ്റ്വർക്കിൽ ഡിവൈസിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ verifies that data comes from a secure and trusted source and work with encryption to strengthen internet security. അതാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഒതൻറ്റിക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ റിലൈസ് ഓൺ സർട്ടൻ യൂണീക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബീങ് സച്ച് എസ് റെറ്റിന സ്കാൻസ്. അത് ബയോമെട്രിക്സ് വഴി ചെക്ക് ചെയ്യുമല്ലോ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ചെയ്യുന്നതാണത്. ഇനി IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിവൈസ് നെറ്റ്വർക്കിൽ ഡിവൈസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് IP അഡ്രസ്സ്. MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഈ IP അഡ്രസ്സുമായിട്ട് ഏത് ഡിവൈസാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ വരുന്ന സോഴ്സ് അത് സെക്യൂർ ആണോ ട്രസ്റ്റഡ് സോഴ്സ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ എൻക്രിപ്ഷനുമായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒതൻറ്റിക്കേഷനാണ്. അതായത് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യാനാണ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും സെക്യൂർ ആയിട്ടാണോ പോകുന്നത് എന്ന് നോക്കുന്നതാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ബയോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകളെ ഏറ്റവും കൃത്യതയോടെ വായിച്ചെടുക്കുന്നതാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിരലടയാളം, നേത്രപടലം, കൃഷ്ണമണി തുടങ്ങിയവ തിരിച്ചറിഞ്ഞ് ഒരാളുടെ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തുന്നതിനാണ് നമ്മൾ ബയോമെട്രിക്സ് എന്ന് പറയുന്നത്. IP അഡ്രസ്സ് അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്, അതായത് നെറ്റ്വർക്കിൽ ഓരോ നോഡിനും നൽകിയിരിക്കുന്ന 4 ഭാഗങ്ങളുള്ള നമ്പറിനാണ് നമ്മൾ IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നത് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ്.
അതായത് ഈ IP പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സിനാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ചില കേസിലൊക്കെ തെളിവായിട്ട് വരുന്നത് ഈ IP അഡ്രസ്സൊക്കെയാണ്. ഇനി MAC അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്നുള്ളതാണ്. ഇതൊരു 12 അക്ക ഹെക്സാഡെസിമൽ, അതായത് 48 ബിറ്റ് അഡ്രസ്സാണ്. കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എന്നറിയപ്പെടുന്ന MAC അഡ്രസ്സാണ്. അതായത് ഓരോ NIC, അതായത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലും അത് നിർമ്മിച്ച കമ്പനിക്കാർ നൽകുന്ന ആഗോളപരമായിട്ട് അംഗീകരിച്ചിട്ടുള്ള മേൽവിലാസത്തിനാണ് നമ്മൾ MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്